ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ലേലം ആകാശ് മേനോൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാട്ടോ. അങ്ങനെ ആകാശ് എഴുന്നേൽക്കേണ്ട, എല്ലാവരും ആകാശിനോട് കൺഗ്രാസ് കൺഗ്രാസ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. ആകാശ് അതിനുശേഷം മഹേഷിന്റെ അടുത്തേക്ക് പോകണ്ട്. എടാ കൈ താടാ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടുവാണ്. മഹേഷ് കൈ കൊടുക്കുന്നില്ല. ശേഷം ഇഷിതയും മഹേഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അതിനുശേഷം രചന പറയുന്നുണ്ട് ആകാശിനോട്, ആകാശ് നീ ഇവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്ക്, ഞാൻ ഇപ്പൊ വരാം, അവളൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രചന പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് ഇഷിതയും മഹേഷും പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിക്കോട്ടോ. ഹലോ എന്ന് പറഞ്ഞിട്ട് രചന പുറകേന്ന് ഇഷിതേനെ വിളിക്കുന്നുണ്ട്. ഇഷിത തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രചനയാണ് കേട്ടോ. രചന പറയുന്നുണ്ട്, ഹലോ, നിന്റെ ഹസ്ബൻഡ് ദേ നിൽക്കുന്നു, ലവിങ് ഹസ്ബൻഡ്, പൗരുഷമുള്ളവൻ എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. ഇന്ന് രാത്രി നീ വീട്ടിലെത്തും പറയാം അവന്റെ സ്വഭാവം കറക്റ്റ് ആയിട്ട് എന്താണെന്ന്. അവൻ ദേഷ്യഫുള്ളും നിന്നോട് തീർക്കും. നിന്നെ മൈൻഡ് പോലും അവൻ ചെയ്യില്ല. ഇന്ന് രാത്രി ഞാൻ നിന്നെ ഫോൺ വിളിക്കും നിന്റെ കരച്ചിൽ കേൾക്കാനായിട്ട്. ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് രചന അവിടുന്ന് പോവാണ്. ഇഷിത അതിനൊന്നും തന്നെ മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. ഇഷിത നേരെ കാറിന്റെ അടുത്തേക്ക് പോവാണ്, കാറിലേക്ക് ഇരിക്കാനായിട്ട്. മഹേഷ് ദേഷ്യത്തിൽ തന്നെ അവിടെ നിൽക്കുവാട്ടോ. ഇഷിത കാറിൽ കയറുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുവാട്ടോ ഇഷിതേനെ. അപ്പൊ ഇഷിത ചോദിക്കുന്നുണ്ട്, ഓ എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടാവും, അടിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലെ, ആദ്യം തൊണ്ടയൊന്ന് ശരിയാവട്ടെ, അതിനുശേഷം മതി എന്ന് പറയാണ്. എന്തായാലും ഈ പ്രോപ്പർട്ടി 70 കോടി രൂപക്ക് വാങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയാണ്. ഇഷിതനെ മഹേഷ് സൂക്ഷിച്ചു നോക്കുവാണ്. ശേഷം വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ഇഷിതയും വണ്ടിയിലേക്ക് കയറാണ്. അവര് നേരെ എത്തുന്നത് ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. മഹേഷ് രാത്രി ഫുള്ളും കട്ടിലിരുന്നിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേലം ആകാശ് വിളിച്ച ആ ഒരു സെക്കൻഡ് മാത്രമേ നമ്മുടെ മഹേഷിന്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ കേട്ടോ. ആകാശിനെ കുറിച്ച് ആലോചിച്ചിട്ട് മഹേഷിന് ദേഷ്യം വരുവാണ്. പെട്ടെന്ന് തന്നെ മഹേഷ് കബോർഡ് തന്നിട്ട് ഒരു വലിയ കുപ്പി മദ്യം എടുക്കുക കേട്ടോ. ആ മദ്യം അങ്ങനെ തന്നെ കമഴ്ത്തി കുടിക്കാൻ പോവാണ് മഹേഷ്. ഒരു ഇഷിത ഓടുന്നിട്ട് ആ മദ്യം കുപ്പി മഹേഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, മഹേഷിന് ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് അറിയില്ലേ, അരുത്, മദ്യം കുടിക്കരുത്, ത്രോട്ട് ഇൻഫെക്ഷൻ കൂടും, അത് മാത്രമല്ല ആന്റിബയോട്ടിക്സ് കഴിക്കുകയാണ്, ആ സമയത്ത് മദ്യപാനം ഒന്നും പാടില്ല എന്ന് പറയാണ്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇന്ന് ഞാൻ തോറ്റ ദിവസമാണ്, നീ കാരണമാണ് ഞാൻ തോറ്റത്, അതും അവളുടെ മുമ്പിൽ ഞാൻ തോറ്റു. മഹേഷ്, ആ പ്രോപ്പർട്ടി 70 കോടിക്ക് നല്ലതല്ല, അത് നഷ്ടമാണ്, അത് നീയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്റെ കമ്പനി കേരള ചാപ്റ്റർ വിൽക്കാൻ പോണെന്ന് പരക്കെ ഒരു ആരോപണമുണ്ട്. അഥവാ അത് വിൽക്കണമെങ്കിൽ തന്നെ പുതിയൊരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, എല്ലാം നീ നശിപ്പിച്ചു. എന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന മാരണം, ആവശ്യപ്പെടാണ്ട് കയറി വന്ന മാരണം എന്നൊക്കെ പറയാണ്. ഓഹോ, അപ്പൊ ഞാൻ വലിഞ്ഞു കയറി വന്നതാണല്ലേ? അത് വലിഞ്ഞു കയറി വന്നത് തന്നെയാണ്, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ചിപ്പി വരുവാ കേട്ടോ. ചിപ്പി വരുമ്പോഴേക്കും ഇഷിത വേഗം മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഐ ലവ് യു ഡിയർ എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു മൈ ഡിയർ എന്ന് ഇഷിത എടുത്ത് മഹേഷും പറയുന്നുണ്ട്. ആ സമയത്ത് ചിപ്പി പറയുന്നുണ്ട്, ആ അമ്മയും അച്ഛനും എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി എന്താണ്, ഗുഡ് നൈറ്റ് അമ്മ, ഗുഡ് നൈറ്റ് ഡാഡി എന്ന് പറയാണ്, ഗുഡ് നൈറ്റ് മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിപ്പി അടുത്ത് പോകുമ്പോൾ വേഗം ഇഷിത മഹേഷിന്റെ അടുത്ത് മാറുവാട്ടോ. എന്നിട്ട് മഹേഷിനെ സൂക്ഷിച്ചു നോക്കാനായിട്ട് പറയണം, അപ്പൊ ഞാൻ കാരണമാണ് നിങ്ങൾക്ക് പരാജയം അല്ലേ? അതെ, ആകാശ് പറഞ്ഞ ശരിയാണ്, എന്റെ ജീവിതത്തിലെ പരാജയപ്പെടുന്നതിനെ കാരണമുള്ള സ്ത്രീ നീയാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ഇഷിതക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇഷിത വേഗം തന്നെ ആ മദ്യക്കുപ്പി എടുത്ത് കബോർഡിനുള്ളിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് വേഗം തന്നെ പോവാട്ടോ. മഹേഷ് ദേഷ്യത്തിൽ ഇഷിതനെ നോക്കുവാണ്. ഇഷിത പോയിന്ന് ഉറപ്പാകുമ്പോൾ മഹേഷ് വീണ്ടും ആ മദ്യം എടുത്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനസ്സുനിയുടെ വീടാണ്. മനസ്സിനെ അവിടെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മഹേശ്വർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ പാചകം ചെയ്യാണോ? അതെ, മടുത്തടാ, നിന്റെ ഭാര്യയെ സമരത്തിലായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ വീട്ടുപണി ചെയ്യേണ്ടത് ഞാനാണ്. അമ്മേ, അതിനെ നമുക്കൊരു കോംപ്രമൈസ് ചെയ്താൽ പോരെ? അഷിത തന്നെ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്തോളൂ. എടാ, ഞാൻ അതിനെ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറയണോ? അമ്മ മാപ്പൊന്നും പറയണ്ട, അമ്മ ഒന്ന് സംസാരിച്ചിടണ പ്രശ്നമേ ഉള്ളൂ. അമ്മയല്ലേ പറഞ്ഞത് അവൾ അടിച്ചു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാന്ന്, അതുകൊണ്ട് തന്നെ അവളെ മുഖത്തടിച്ചത്, അതിന്റെ പ്രതിഷേധം അവളിപ്പോ കാണിക്കണത് ആണോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, മാപ്പ് പറഞ്ഞിട്ട് അവളെ കാലിൽ പോയി വീട്. എടാ, അടി കൊടുത്ത് അവള് ശരിയാവുന്നല്ല ഞാൻ വിചാരിച്ചത്, പക്ഷെ അവൾക്ക് അഹംഭാവം കൂടി. അഷിത വീട്ടുപണിയൊന്നും ചെയ്യില്ലെന്ന് ഒരേ നിർബന്ധത്തിലാണ് ഇപ്പൊ ഓൺലൈൻ വഴിയാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണത്. എടാ, ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ അവളുടെ കയ്യിൽ നിന്ന് എവിടെയാടാ പൈസ? എനിക്ക് മനസ്സിലായി, ഇഷിത കൊടുക്കുകയാണേക്കും, ഡോക്ടറാണല്ലോ, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം അവള് കളയില്ല, അവള് കൊടുക്കണതായിരിക്കും പൈസ. അമ്മേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് പിടിച്ചാൽ എത്ര നാളിങ്ങനെ വഴക്ക് പിടിച്ച് നിൽക്കുമെന്നാ? എടാ, എനിക്ക് അവളോട് കോംപ്രമൈസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്ന് പറയാണ്. ശേഷം കാണിക്കണം അഷിത മോർണിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അഷിത അങ്ങനെ മോന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോനോട് പറയുന്നുണ്ട്, മോനെ, നമുക്ക് പോണ്ടേ? അമ്മക്ക് എപ്പോഴാണ് ജോലി ശരിയാവണത്? ഉടനെ ശരിയാവും എന്ന് പറയാണ്. അതെ, മോന്റെ അച്ഛമ്മ ഫുഡ് റെഡിയാക്കുന്നുണ്ട് അടുക്കളയില്.
ആ അച്ഛമ്മ എത്ര കിട്ടിയാലും പഠിക്കില്ല അമ്മേ, അമ്മ അത് മൈൻഡ് ഒന്നും വേണ്ട എന്ന് പറയാണ്. ആ സമയത്ത് മഹേശ്വർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഷിത എപ്പോഴും ഇങ്ങനെ വഴക്കടിച്ച് എഴുന്നിരുന്നാ മതിയോ? കോംപ്രമൈസ് വേണ്ടേ? അത് നിങ്ങളുടെ അമ്മയടുത്ത് പറ. ഓ, നിങ്ങൾക്ക് എന്നെ അടിക്കാനല്ലേ അറിയുള്ളൂ, അമ്മ പറഞ്ഞു രണ്ടടിയും കൂടി കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് എന്ന് പറയാണ്. ആ സമയത്ത് മഹേശ്വറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. ദേ മോനെ സ്കൂളിൽ പോയ സമയം, മോനെ കൊണ്ടേ ആക്കാൻ നോക്ക്. അപ്പോഴേക്കും ഫോൺ വരുവാണ് അഷിതക്ക്. ഹലോ, ആ എത്തിയോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. മോനെ അമ്മയുടെ ഫുഡ് വന്നു, അമ്മ മേടിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. ശേഷം ഓൺലൈൻ ഫുഡാണ് കേട്ടോ, അത് മേടിക്കുന്നുണ്ട് അഷിത. അത് കണ്ടുകൊണ്ട് നമ്മുടെ മഹേശ്വരും അതുപോലെ തന്നെ മനസ്സുനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പറയണ്ടേടി നിന്റെ ഉദ്ദേശം എന്താ എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ അമ്മ കണ്ടില്ലേ, ഇത് ഫുഡാണ്, ഇത് കഴിക്കാനാ ഉദ്ദേശം, എന്താ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ നിന്ന് ഫുഡ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, പുറത്ത് എവിടെയെങ്കിലും വാടക വീടെടുത്തിട്ട് അവിടെ എങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്ക്, അതെ മോൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറയാണ്. നീ എന്ത് പറയണേ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മഹേശ്വർ പറയണ്ട്, അഷിത ഇത് ശരിയാവില്ല, നീയും അമ്മയും കൂടി എത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആവണം, ഇല്ല അതിനെ പറ്റില്ല എന്ന് പറയാണ്. എടി നീ എന്തു പറഞ്ഞടി എന്ന് പറഞ്ഞിട്ട് മഹേശ്വർ അഷിതനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും അഷിത കൈ ഇങ്ങനെ പിടിക്കുക കേട്ടോ. കൈ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും എന്നെ അടിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട് അഷിത അവിടെ നിന്ന് കൈ തട്ടി മാറ്റിയിട്ട് അകത്ത് കയറി പോവാണ്. ആ സമയത്ത് നമ്മുടെ സൂരജ് വരുന്നുണ്ട്. അച്ഛമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുവാണ്. ഹായ് സൂരജ് മോനെ, അച്ഛമ്മക്ക് ഇത്ര പ്രായമായില്ലേ, അച്ഛമ്മക്ക് നന്നായിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വയസ്സാങ്കാലത്ത് തളർന്നൊടിഞ്ഞ് കിടക്കുമ്പോഴേ എന്റെ അമ്മ ഉണ്ടാവണം നോക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂരജ് അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മനസ്സിലേക്ക് മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നുവാണ്. പിന്നീട് കാണിക്കണ മഹേഷിനെയാണ്. മഹേഷ് കുടിച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ കൂടിയിരിക്കുക കേട്ടോ. മഹേഷ് ആണെങ്കിൽ ചുമയോട് ചുമയാണ്. ആ പിഷിത വരുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഞാനിന്നലെ പറഞ്ഞതൊന്നും കേൾക്കാത്തോണ്ടല്ലോ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കണത്. ആഹാ ആ ചുമ കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. ഇങ്ങനെ ചുമക്കണം, എന്തെങ്കിലും കുടിച്ചോണ്ടിരിക്കണം. അപ്പൊ ലിവർ ഇങ്ങനെ ഫാറ്റ് ലിവർ ആവും, പിന്നെ ലിവർ സിറോസിസ് ചെയ്യണം. അപ്പൊ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഹോസ്പിറ്റലുകാർക്ക് ലാഭമാണല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ. പിന്നെ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എന്റെ ഹോസ്പിറ്റൽ വന്ന് ചികിത്സിക്കണം, അപ്പൊ എനിക്കൊരു പേഷ്യന്റിനെയും കൂടി കിട്ടുമല്ലോ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇന്ന മരുന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. മഹേഷ് അത് വാങ്ങിക്കുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട് ഇന്ന വെള്ളം എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. മഹേഷ് ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ശേഷം ഇഷിത അടുത്ത് പറയുന്നുണ്ട്, ആ ഇനി തുടങ്ങിക്കോ, എന്താ പറഞ്ഞത് ഇന്നലെ ലേലം, ലേലം. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട് കേരള ചാപ്റ്റർ വിൽക്കാൻ പോവാണ്, അതുകൊണ്ട് ആ ലേലത്തിൽ പിടിച്ച സ്ഥലത്ത് ഒരു യൂണിറ്റ് തുടങ്ങാതൊക്കെ വിചാരിച്ചു. ഇനി അതൊക്കെ ഇന്നലെ പറഞ്ഞാണ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. അത് ഞാൻ ഇന്നലെ തോറ്റ ദിവസമാണ്. അതും ഇന്നലെ പറഞ്ഞാണ്, തോറ്റ ദിവസമാണ്, ആകാശം മുമ്പിൽ തോറ്റു. പിന്നെ ഞാനാണ് എല്ലാ സ്ത്രീകളും, ഒരു പുരുഷന്റെ വിജയത്തിന് മുമ്പിൽ എല്ലാ സ്ത്രീകളും ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ പരാജയത്തിന് മുമ്പിലാണ് പിമ്പിലും സ്ത്രീയാണ്, അത് ഞാനാണ് എന്നൊക്കെ നിങ്ങൾ ഇന്നലെ പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ നോക്ക് എന്ന് ഇഷിത മഹേഷിനോട് പറയാട്ടോ. അപ്പോഴേക്കും ഇഷിതയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഇഷിത ഫോൺ എടുക്കാണ്. ഹലോ, ആ ഞാനിപ്പോ വരും, എപ്പോ എത്തും 10 മിനിറ്റ് ലേറ്റ് ആവും. ഞാനൊരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മെന്റൽ പേഷ്യന്റാ, ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം ഇഷിത പറയുന്ന മഹേഷിനോട്, എന്നോട് പറഞ്ഞതിനൊക്കെ തിരിച്ചു മറുപടി പറയേണ്ട ഒരു ദിവസം വരും, ഞാനായത് ശരിയെന്ന് മഹേഷിന് തോന്നും, അതിനുവേണ്ടി അധികം സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ്. ശേഷം രാമനാഥൻ സ്വപ്നയോട് പറയുന്നുണ്ട്, ഇഷിതയും മഹേഷ് തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങിയോ, അടിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. സ്വപ്നവലി പറയുന്നുണ്ട്, രാമ അവൾ ചെയ്യണ നല്ല കാര്യത്തിലൊക്കെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് ചെയ്തത് വളരെ മോശമാണ്, അവളിന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവൻ അവളെയും വിളിച്ചുകൊണ്ട് പോയത്, എന്നിട്ട് ലേലം ആകാശ്മേനെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു അവൾക്ക് വലിയൊരു അഹങ്കാരം, അവൾക്ക് ഭയങ്കര ബുദ്ധിമതിയാണ് അവളെന്ന്, പക്ഷെ അവൾക്ക് പൊട്ട ബുദ്ധിയാ, ആ പ്രിയാമയുടെ പൊട്ട ബുദ്ധി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താ അമ്മേ എന്ന് പറയുമ്പോഴേക്കും, നീ വന്നോ, ഇന്നലെ നിന്നെ എന്തിനാടി അവന്റെ കൂടെ പറഞ്ഞു വിട്ടത്, ലേലം പിടിക്കാനായിട്ട്, എന്നിട്ട് നീ ആ ലേലം ആകാശ്മേനെ വാങ്ങിച്ചു കൊടുത്തു, അവര് നിനക്ക് എന്ത് തന്നടി എന്ന് ചോദിക്കുകയാണ്. അമ്മേ ഇതിന് ഞാൻ മറുപടി പറയണില്ല, മഹേഷിനോട് ഓൾറെഡി മറുപടി പറഞ്ഞ കേസാണ്, ഇനി അമ്മയടുത്ത് ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അമ്മ ഒരു കാര്യം ആലോചിച്ചോ, നാളെ ഈ ലേലം പിടിക്കാത്തതിന് അനുകൂലമായിട്ടുള്ള വിധി എനിക്ക് വരും, അന്ന് അമ്മ സോറി മാപ്പായിട്ട് എന്നോട് പറഞ്ഞു വരാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ അപ്പുറത്തേക്ക് പോകുവാട്ടോ. മാഷാണെന്നുണ്ടെങ്കിൽ അടുക്കള പണിയിലൊക്കെ നമ്മുടെ പ്രിയാമണിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിലമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയാമണി പണ്ടേ മാഷ ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യല്ലേ, ക്ലോച്ച് പിടിക്കുമെന്ന് പറയാണ്. അത് ശരിയാ, എന്തായാലും വയ്യ, എനിക്ക് മടുത്തോടുകൂടി ഇരുന്നിരുന്ന് എപ്പോഴും ചായ കുടി ഉറക്കം തന്നെ സഹായിക്കാന്ന് വിചാരിച്ചതാ എന്ന് പറയുമ്പോൾ ആരോ ബെല്ലടിക്കാണ്. ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ആരാ ഇപ്പൊ അനുവാദം ചോദിച്ചാൽ അകത്തേക്ക് കയറുന്നത്, വാതിലടച്ചിട്ടില്ലാത്ത കയറും എന്ന് പറയണം. അപ്പൊ അശ്വതയായിരിക്കും കേട്ടോ. ദേ ഇതെന്താ മോള് അശ്വതയോ, വാ മോളെ വാ.
അപ്പൊ അമ്മ എന്നെ മറന്നിട്ടില്ല മോളാന്നുള്ള വിചാരമൊക്കെ ഉണ്ടല്ലോ. എന്താ മോളെ നീ ഇങ്ങനെ പറഞ്ഞത്? ആഹാ അപ്പൊ അച്ഛനും മറന്നിട്ടില്ല മോളാന്നുള്ള വിചാരം അപ്പൊ അച്ഛനും ഉണ്ട്. എന്നെ കെട്ടിച്ചു കൊടുത്തിടത്തേക്ക് നിങ്ങൾ വരാറുണ്ടോ? ഇങ്ങനത്തെ ഒരു മോളുണ്ട് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ആലോചിക്കാറേ ഇല്ല. നിങ്ങൾക്കിപ്പൊ എന്നെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കിപ്പൊ ഒരു കാര്യമില്ല. എനിക്കൊരു മോനുണ്ട് സൂരജ്, അവനെ കാണാൻ വേണ്ടെങ്കിൽ നിങ്ങക്ക് വന്നൂടെ? അവനെ നിങ്ങൾക്കൊന്ന് ലാളിച്ചൂടെ? നിങ്ങളുടെ കൊച്ചുമോനല്ലേ അവൻ. നിങ്ങൾക്ക് ആകെ ഇഷിതയുടെ കല്യാണം കഴിയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷിതയുടെ കല്യാണം കഴിഞ്ഞു, അവക്ക് ഒരു കുട്ടിനെയും കിട്ടി. അതിനെ ലാളിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്നാ മതിയല്ലോ. എന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നേ ഇല്ല. മോളെ അത് മനസ്സിനിക്ക് അവിടെ ഞങ്ങൾ വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? അവരുടെ ആട്ടും തുപ്പും കേട്ട് അവിടെ നിക്കണോന്നാണോ? നിങ്ങൾക്ക് ആദ്യം മഹേശ്വരേട്ടനെ മതിയായിരുന്നല്ലോ. മഹേശ്വരനെ സ്വന്തം മകനായിട്ടായിരുന്നു നിങ്ങൾ കണ്ടോണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അഷിത. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല, നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൻ CEO ആണ്. നിങ്ങളുടെ രണ്ടാമത്തെ പെൺകുട്ടി CMO ആണ്. ഞാൻ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞു. മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എന്താമേ അവിടെ ആട്ടുതുപ്പും കേട്ട് നിക്കണോ? കഴിഞ്ഞ ദിവസം മഹേഷും ഇഷിതയും കൂടി വീട്ടിലേക്ക് വന്നായിരുന്നു. അവന്റെ ഒരു അളിഞ്ഞ അഭിനയം, ആ അഭിനയം കണ്ടാൽ എല്ലാവർക്കും അറിയാം ഒരു LKG സ്റ്റുഡന്റ് അഭിനയമായിട്ട് വന്നേക്കുന്നു. അവൻ അഭിനയിച്ചു പോയതിന്റെ പാട് എന്റെ മുഖത്ത് അവര് തീർത്തത്. പിന്നെ മകന്റെ കയ്യിൽ നിന്നും കിട്ടി അടി എന്ന് പറഞ്ഞിട്ട് അഷിത നടന്ന സംഭവങ്ങളൊക്കെ മാഷിനോടും പ്രിയാമനടുത്തും പറയുവാട്ടോ. അത് കേൾക്കുമ്പോൾ പ്രിയാമണിക്കും മാഷിനും ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അഷിത നടന്ന സംഭവങ്ങളൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതേനെയും അതുപോലെ തന്നെ മാഷിനെയും പ്രിയാമണിനെയൊക്കെ വളരെയധികം വെല്ലുവിളിച്ചുകൊണ്ട് അഷിത അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് ജോലി നോക്കിയിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം, എന്റെ മോനെ നോക്കി ജീവിച്ചോളാം, ആരും എനിക്ക് തുണയായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഷിത അവിടെ നിന്ന് പോവാണ്. അതിനുശേഷമാണെങ്കിൽ ഇഷിത എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിയുമ്പോഴേക്കും രാമനാഥൻ നമ്മുടെ സ്വപ്നവലിയോടും അതുപോലെ തന്നെ മഹേഷിനോടും പറയുന്നുണ്ട് നമ്മുടെ ഇഷിത പറഞ്ഞത് ആ പ്രോപ്പർട്ടി 70 കോടിക്ക് നഷ്ടമാണെന്നാണ്. അവൾക്ക് ആ അറിവ് എവിടെന്നാ കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് മഹേഷും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാട്ടോ. ശരിയാണല്ലോ, അവൾക്ക് ആ അറിവ് എങ്ങനെ കിട്ടി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശിന്റെ രചനയെ കാണാൻ വേണ്ടി വിനോദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വിനോദിനോടാണെങ്കിൽ സ്വപ്നലിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രചന. അവരെന്നെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നിർത്തടി എന്ന് പറഞ്ഞിട്ട് വിനോദ് നമ്മുടെ രചനയുടെ വായടപ്പിക്കാണിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്റെ ചേട്ടനല്ലായിരുന്നു വേണ്ടത്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്നത് രചന ആകെ ഞെട്ടിപ്പോകുന്ന ഒരു ഭാഗത്തോടെയായിട്ട് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.